മീനസ് ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ പാലാ മുനിസിപ്പാലിറ്റി തന്നെയാണ് നമ്മൾ നിൽക്കുക. നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുക. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. 92 lakhs ചോദിക്കുന്ന വീട് നെഗോഷ്യബിളാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായിരിക്കുന്ന നല്ലൊരു മേഖല. കൂടുതൽ വീടുകളൊക്കെ അടുത്തടുത്തൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മേഖലയാണ് ഇത്. അപ്പോൾ നല്ല ഒരു മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു പാലാ മുനിസിപ്പാലിറ്റിയിലാണ്. ബസ് റോഡിൽ നിന്ന് 300 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത്. എയർ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 100 മീറ്റർ ദൂരം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വാഹനം കയറി വരുന്ന റോഡ് സൗകര്യങ്ങൾ പറയുമ്പോൾ 300 മീറ്റർ ദൂരമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു മേഖല തന്നെയാണ് ഇത്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇവരുടെ അല്ല, മറ്റ് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അതുകൂടി മേടിച്ച് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഇത് 10 സെൻറ്റ് സ്ഥലവും വീടുമാണ്. അപ്പോൾ ഒരു 10 സെൻറ്റിനോട് അടുത്ത് വരുന്ന സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെയാണ് ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു പ്രദേശമായിട്ട് നമുക്ക് തോന്നിക്കുന്ന നല്ലൊരു മേഖല. നല്ല വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്തതും എന്നാൽ നല്ല വീടുകൾ തന്നെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതുമായ നല്ലൊരു മേഖലയാണ്. ഇവിടെ ചുറ്റോട് ചുറ്റുള്ള ജനൽപ്പാളികൾ നമുക്ക് കാണാം. മൊത്തം തേക്കിൻ്റെ തടി കൊണ്ടാണ് ജനൽപ്പാളികൾ നിർമ്മിച്ചിരിക്കുക. ഇവിടെ ബാക്ക് സൈഡിൽ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ, അതായത് വാസ്തുപ്രകാരം കാറ്റ് കയറി ഇറങ്ങിപ്പോകാവുന്ന രീതിയിലുള്ള ഡോർ സൗകര്യങ്ങൾ. അതുപോലെ തന്നെ ബാക്കിലൊന്ന് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു കുളിർ കാറ്റൊക്കെ കൊള്ളാവുന്ന രീതിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ബാക്ക് സൈഡിൽ. ഇവിടെ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ്. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന മേഖലയാണ്. ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളൊക്കെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള 14,000 സ്ക്വയർ ഫീറ്റുള്ള നല്ല വീടുകൾ തന്നെയാണ് തൊട്ടടുത്തുള്ളതും. നല്ല ഒരു ടോപ്പ് റെസിഡൻഷ്യൽ മേഖലയാക്കി ഡെവലപ്പ് ആകാവുന്ന നല്ലൊരു മേഖലയിൽ തന്നെ ഉള്ള നല്ലൊരു വീടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇനി വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിനകത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും വീടിൻ്റെ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ് എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ ഫ്രണ്ട് ഡോറുകൾ മാത്രം തേക്ക് കൊടുത്തുകൊണ്ട് ബാക്ക് ഡോറുകൾ മറ്റ് തടികളൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ചൊക്കെ കാശ് ലാഭിക്കാൻ പലരും ശ്രമിച്ചേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചുറ്റുമുള്ള ജനൽപ്പാളികൾ നമ്മൾ കണ്ടു. കംപ്ലീറ്റ് ടീക്കാണ്, തേക്ക് തടിയാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാർ പോർച്ച്, വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഒപ്പം നമുക്ക് വലിപ്പമുള്ള സിറ്റ് ഔട്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറ് നമുക്ക് കാണാൻ തേക്കിൻ്റെ തടി കൊണ്ടുള്ള നല്ലൊരു ഡിസൈനുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇന്ന് എല്ലാവരും ഫ്രണ്ട് ഡോറുകൾക്ക് കൊടുക്കുക. കണ്ടമാനം പണ്ടൊക്കെ കൊടുത്തിരുന്നവരും മുന്തിരിക്കൊലയും അങ്ങനെയുള്ള പൂക്കളോ പടങ്ങളോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പടങ്ങളോ ഇതൊന്നും ഇപ്പം ഫ്രണ്ട് ഡോറെ കൊത്തി വയ്ക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. നല്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ സ്വീകരണ മുറിയിൽ നിന്ന് ഇതാണ് സ്വീകരണ മുറിയും ഡൈനിങ് ഹാളും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കാണുന്നത്. ഈ പാർട്ടീഷൻ വർക്ക് നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ഡൈനിങ് ഹാള്. ഇവിടെ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാള് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക.
ഈ പാർട്ടീഷൻ വർക്ക് കംപ്ലീറ്റ് നല്ല ഒരു ഡിസൈനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വാഷ് ഏരിയ ഇവിടെ ഈ സൈഡിലാണ് കൊടുത്തിരിക്കുക. അപ്പോൾ വാഷ് ഏരിയയ്ക്കൊരു കവറിങ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു പാർട്ടീഷൻ വർക്ക് പോലെ ഒരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലൊരു ഫർഗോള ഉണ്ട്. ഫർഗോള എന്ന് പറയുമ്പോൾ നമുക്ക് വീടിനകത്തേക്ക് നല്ല വെളിച്ചം കയറാൻ, ഇപ്പോൾ ഈ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്തിട്ടാലും വീടിനകത്ത് നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിനകത്തേക്ക് പോവുകയാണ്. ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ ഹാൻഡിൽ സഹിതം നോക്കിക്കോളൂ. നല്ല ബലവത്തായ നല്ല അടിപൊളി ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല ഒരു ബെഡ്റൂമിന് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല ഒരു ബെഡ്റൂമിൻ്റെ ടൈലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഐവറി ഫീലിംഗ് ഉള്ള ആ ഒരു കളർ ടൈലാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ടൈല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീലിങ്ങും ഒപ്പം ഒരു വൈറ്റ് കളർ, ഒരു പോസിറ്റീവ് എനർജിയും ഫീൽ ചെയ്യും. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഒപ്പം സമീപത്ത് തന്നെയുള്ള ഇതിനോട് ചേർന്ന് തന്നെയുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വീടിനകത്തെ ടോയ്ലറ്റിനകത്തെ ദൃശ്യങ്ങൾ. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടൈല് വർക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. പൈപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പോൾ എല്ലാത്തിനും 10 വർഷം ഗ്യാരൻറ്റിയൊക്കെ ഉള്ളതാണ്. സ്വിച്ചുകളാവട്ടെ, ക്ലോസറ്റ് ആവട്ടെ, വാഷ് ബേസിനാവട്ടെ, പൈപ്പുകളാവട്ടെ എല്ലാം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും ഒപ്പം ഇവിടെ കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുകളും എല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. ഈ വീട് 4 ബെഡ്റൂമുള്ള വീടാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു സ്റ്റഡി റൂമും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയി. അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ എല്ലാം നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വീട് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം. ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. കബോർഡ് വർക്കുകൾ നല്ല ഒരു കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ടോയ്ലറ്റ് കണ്ടതുപോലെ തന്നെ ഉള്ള ടോയ്ലറ്റ് പാർട്ടീഷൻ വർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പാർട്ടീഷൻ വർക്ക്. അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറും തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള ഡോറാണ്. കട്ടള മുഴുവൻ ആഞ്ഞിലി, പാളികൾ കംപ്ലീറ്റ് തേക്ക്, അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ തേക്ക് കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ. നമുക്കിനി കിച്ചണിലേക്കൊക്കെ പോകുമ്പോൾ കാണാം കബോർഡ് വർക്കുകളുടെയൊക്കെ ഒരു ഭംഗി എന്താണെന്ന്. തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ. AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഡീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മീനച്ചിൽ ഹോംസിനെ, ഇത്രയും കാലമായിട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന മീനച്ചിൽ ഹോംസിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഒരിക്കലും നിങ്ങൾക്കൊരു ചതിവുണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത്, കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പലർക്കും പേടിയാണ്, കാരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മീനച്ചിൽ ഹോംസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പൊട്ടിമുളച്ചത്.
അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ വാഷ് ഏരിയയുടെ സമീപത്ത് തന്നെ വന്നു. ഇവിടെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ പുറകു വശത്തുനിന്ന് കണ്ട സിറ്റ് ഔട്ട്. ഇവിടെ നിന്ന് വൈകുന്നേരം വന്നിരുന്നൊരു ടീ ബ്രേക്കൊക്കെ എടുക്കുവാനോ അല്ലെങ്കിൽ രാവിലെ ഇരുന്നൊരു പത്രം വായിക്കുവാനൊക്കെ ആയിട്ട് നല്ലൊരു കുളിർമയുള്ള നല്ലൊരു മേഖലയായിട്ട് ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിറ്റ് ഔട്ടാണ്. ബാക്ക് സൈഡിലൊരു സിറ്റ് ഔട്ട് ഉള്ളത് എന്തുകൊണ്ടൊരു പ്രൈവസിക്കും ഒപ്പം നല്ലൊരു എന്താ പറയുക, ഒരു കുളിർക്കാറ്റ് കൊണ്ടിരിക്കാം എന്ന് തന്നെ പച്ചയ്ക്ക് പറയാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞ 4ാമത്തെ ബെഡ്റൂം. ഒരു സ്റ്റഡി റൂമായിട്ട് തന്നെ കരുതിയാൽ മതി. കുട്ടികൾക്കൊക്കെ താമസിക്കാവുന്ന രീതിയിലൊരു ചെറിയ റൂമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡുകൾ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കബോർഡ് വർക്കുകളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളുടെ ഒരു വ്യൂ തന്നെയാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ, തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകൾ, ഒപ്പം വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഇതെല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പലപ്പോഴും വീടുകൾ പണിയുമ്പോൾ ഫ്രിഡ്ജ് വെക്കുവാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കിച്ചണിലിടാൻ പലരും മറന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. കാരണം അതൊക്കെ ചിന്തിക്കുന്നത് പിന്നീട് ഫ്രിഡ്ജ് കൊണ്ട് വരുമ്പോഴാണ് ചിലപ്പോൾ ചിന്തിക്കുക. ഇതങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീട്. അത് കാണുമ്പോൾ തന്നെ, ഈ കിച്ചൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ, നല്ല വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലും ഇതുപോലെ തന്നെ കബോർഡുകൾ, നല്ല തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക. ഇതാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്. ഇതാണ് ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ്. അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട. ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ ഫോൺ നമ്പർ, ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഫോണിലൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഏത് സമയത്ത് പ്രോപ്പർട്ടി മേടിക്കുവാനോ വിൽക്കുവാനോ തോന്നിയാൽ ഉടനെ ഞങ്ങളെ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസുമായി എന്നും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.